ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ അഭിമാനമാണ്. നമ്മുടെ ഷാഫി പറമ്പിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ കഴിഞ്ഞ ദിവസത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ജാഥ റാലി, അതിൽ വിളിച്ചു കേട്ട മുദ്രാവാക്യം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. എന്തായിരുന്നത്? സ്ത്രീകളാ വിളിച്ചു പറയുന്നത്. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത സ്ത്രീകളാണ് വിളിച്ചു പറയുന്നത്. എന്താ പറഞ്ഞത്? തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല. കാര്യം ഞങ്ങള് ഈ ഷാഫി പറമ്പിലിന്റെ പരിപാടി പങ്കെടുക്കുന്ന ഞങ്ങള് തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല. ഞങ്ങളുടെ ഓമന ഷാഫിക്ക് വേണ്ടി, ഷാഫി പറമ്പിലിന് വേണ്ടി. ഇതിന് കുറച്ചുനാൾ മുമ്പ് കെ സുധാകരൻ, അന്ന് KPCC പ്രസിഡന്റ്, ഇപ്പം താൽക്കാലിക പ്രസിഡന്റ് MFS ഏതാനും നാളുകൾ മുമ്പ് കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? അതുകൂടി ചേർത്ത് വായിക്കുക. പണിയെടുക്കുന്ന സ്ത്രീകളെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ കാഴ്ചപ്പാടാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. സുധാകരൻ പറഞ്ഞത് എന്താണ്? കെ സുധാകരൻ, ചന്തയിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പോലും ചെയ്യാത്ത വൃത്തികെട്ട തെണ്ടിത്തരം. അർത്ഥം മനസ്സിലായ? ചന്തയിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പോലും ചെയ്യാത്ത വൃത്തികെട്ട തെണ്ടിത്തരം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയി പണിയെടുത്ത് ജീവിതമാർഗം കണ്ടെത്തുന്ന കേരളത്തിലെ വനിതകളെ പറ്റി, സ്ത്രീകളെ പറ്റി ഇവിടുത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങളാണിത്. എന്റെ തൊഴിലുറപ്പ് നാണക്കേടാ. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അഭിമാനത്തോടു പോയി തൊഴിലെടുത്തിട്ട് ജീവിതമാർഗം കണ്ടെത്തുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മനസ്സിലാക്കണം. മിനിമം ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുക. ഇനി അതിൽ പ്രത്യേകമായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേക പാക്കേജ്, ഇത്ര തൊഴിൽ ദിനങ്ങൾ കൊടുത്തിരിക്കണം. അവിടെ രാജ്യം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയിൽ ഏറ്റവും പെർഫോമൻസ് ലെവലിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും മാന്യമായ വേതനം കൊടുക്കുന്ന സംസ്ഥാനം, അതേപോലെ കൃത്യമായ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്ന സംസ്ഥാനം. നമുക്കറിയാം, മധ്യവയസ്കരും അല്പം കൂടി പ്രായം ചെന്നതുമായ സ്ത്രീകൾ ഗ്രാമീണ മേഖലയിൽ ഇതിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്. അവർക്ക് അതൊരു വരുമാന മാർഗമാണ്. പിന്നെ ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയാണ്. അതിൻ്റെ നേട്ടങ്ങൾ എത്രയോ വലുതാണ്. ഗ്രാമങ്ങളിൽ പർച്ചേസിംഗ് പവർ, സ്ത്രീകളിലേക്ക് വരുന്ന ഈ പണം, തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വരുന്ന പണം, അത് ക്രയവിക്രയം ചെയ്യുന്നു. അങ്ങനെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കി മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നതിൽ ഒരു വലിയ പങ്കാണ്. അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, മറ്റെല്ലാം, അങ്ങനെ ഒരു വലിയ ചെയിൻ ഗ്രാമീണ മേഖലകളിൽ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും മാതൃകയായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയെയാണ് കോൺഗ്രസിന്റെ ചില ആൾക്കാർ അപമാനിക്കുന്നത്. ഞങ്ങൾ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല. എന്തൊരു മോശമെന്ന് ആലോചിക്കണം. സ്ത്രീകൾ തന്നെ അത് വിളിച്ചു പറയുക. ഈ സ്ത്രീകളെ, തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ള എത്രയോ സ്കീമുകളാണ് കേരളം നടപ്പാക്കിയിട്ടുള്ളത്. കേരളം തൊഴിലുറപ്പിൽ ഏറ്റവും മാതൃക കേരളമാണെന്ന് പല ഏജൻസികളും പഠനം നടത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. കുടുംബശ്രീ പോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ പറ്റി പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ടീമുകൾ ഇവിടെ വന്നതറിയാമല്ലോ പലതവണ. അതുപോലെ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി പഠനം ഇതേപോലെ പല ആൾക്കാരും സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ മാതൃകാപരമായ ഒരു പദ്ധതിയെയാണ് ഇങ്ങനെ അവഹേളിക്കുന്നത് ഈ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ. അത് മൂത്ത നേതാക്കളും ഊത്ത നേതാക്കളും, വലിയവരും ചെറുപ്പക്കാരും, പിന്നെ അവരുടെ കൂടെ ജാഥ നയിക്കാൻ ഇറങ്ങുന്ന കുറെ സ്ത്രീകളും. നിങ്ങൾ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. വടകരയിൽ കണ്ട കാഴ്ച അതാണ്. പലതവണ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഇതിന്റെ വിഹിതം വെട്ടിക്കുറച്ചു. കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചപ്പം അതിനെതിരെ പ്രതിഷേധിക്കുകയും കേന്ദ്രത്തിൽ പോയി നിവേദനം കൊടുക്കുകയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കരുത്, കൂടുതൽ കൂട്ടണം എന്ന് പറഞ്ഞ് അതിനോട് ഫൈറ്റ് ചെയ്തൊരു സംസ്ഥാനമാണ് കേരളം.
അവസാനം കേന്ദ്ര സർക്കാരിന് അതിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ കുറച്ച് തൊഴിൽ ദിനങ്ങൾ വീണ്ടും മുഴുവൻ കൂട്ടിയില്ലെങ്കിലും ഒരു പരിധിവരെ അവർ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പൈസ ഇങ്ങോട്ട് സംസ്ഥാനങ്ങൾക്ക് വിഹിതമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഏതാണ്ട് 88,000 കോടി രൂപയുടെ ബൃഹത് പ്രോജക്റ്റാണ് ഒരു വർഷം ഈ പറയുന്ന തൊഴിലുറപ്പ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ വിഹിതം കിട്ടണം. പക്ഷെ വിഹിതം പെൻഡിങ് ഉണ്ട് പല സംസ്ഥാനങ്ങൾക്കും, കേരളം ഉൾപ്പെടെ. അത് ഇവിടെ ആരും മിണ്ടത്തില്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഏറ്റവും ഉയർന്ന വേതനം പരമാവധി കൊടുക്കുക. ഇതോടൊപ്പം ഗ്രാമീണ പദ്ധതിയാണിത്. നഗരങ്ങളിൽ, കേരളത്തിൽ മാത്രമാണ് ആദ്യമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട്, മറ്റൊരു സംസ്ഥാനം അത് ചെയ്തിട്ടില്ല. അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. കേരളമാണ് ആദ്യമായിട്ട് രൂപീകരിച്ചത്. ആ മാതൃകയാക്കിയിട്ടാണ് ഇപ്പം മറ്റു സംസ്ഥാനങ്ങൾ അതിനെ പിന്തുടരുന്നത്. അത്ര മഹത്തായ, അപ്പോൾ ഒരു ഫാമിലി, ഒരു കുടുംബത്തിന് ശരാശരി ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയാൽ ദേശീയ ശരാശരി 52 മാത്രമാണെങ്കിൽ കേരളം 86 തൊഴിൽ ദിനങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണത്. എന്നിട്ടും ഇനിയും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ് വളരെ മോശമായിട്ട് ഇങ്ങനെ വിലയിരുത്തുക കോൺഗ്രസിന്റെ നേതാക്കൾ. ഈ പദ്ധതി എങ്ങനെയാ വന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നുണ്ടോ? ഇതിന് ഇടതുപക്ഷത്തിന് പങ്കുണ്ട്. UPA 1 ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ആദ്യ സർക്കാർ, ആ സർക്കാരാണ് കോമൺ മിനിമം പ്രോഗ്രാം CMP പ്രകാരം, അതായത് അന്ന് ഇടതുപക്ഷ പാർട്ടികൾ CPM, CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ കൂടെ പിന്തുണച്ചിട്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അതായത് UPA സംവിധാനം. അങ്ങനെ ഇടതുപക്ഷം ആ ഭരണത്തിൽ CPM പങ്കാളിയായില്ലെങ്കിലും പുറത്തുനിന്ന് പിന്തുണ കൊടുത്തിട്ട് ആ കോമൺ മിനിമം പ്രോഗ്രാമിലാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കോടികൾ നീക്കിവെക്കപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് സ്ത്രീകളുടെ തൊഴിൽ ദിനങ്ങളുടെ അതിലൂടെ ആ ഒരു പ്രക്രിയയിലൂടെ ഇത്രയും പണം ഗ്രാമങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെട്ടത്, വിതരണം ചെയ്യപ്പെട്ടത്. കോവിഡ് കാലത്ത് എല്ലാ ജീവിതവും വഴിമുട്ടിയപ്പോഴും ഈ തൊഴിൽ ദിനങ്ങളിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കിയ ഒരു കാലമുണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്. നമ്മളിതൊന്നും മറന്നു പോകരുത്. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി വേറെയില്ല ഈ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി പോലെ. അത് ഇടതുപക്ഷം കൂടി CPM കൂടി പിന്തുണച്ച മൻമോഹൻ സിംഗ് 1 ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാമായിരുന്നു. അതാണ് ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാർ അതിന്റെ വിഹിതം വെട്ടിക്കുറച്ചെങ്കിലും പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ UPA 2 വന്നിട്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. UPA സർക്കാർ ഇടതുപക്ഷമായിട്ട് അകന്നുപോയി. ഫലത്തിൽ അവസാനം BJPക്ക് അധികാരം പങ്കിട്ടു കൊടുക്കുന്ന, അധികാരം കൈമാറി കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് UPA 2 സംവിധാനം, മൻമോഹൻ സിംഗ് 2 ഗവൺമെന്റ് പോയി. അഴിമതിയും മറ്റ് അപവാദങ്ങളും വിമർശനങ്ങളും എല്ലാം വന്നത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നോക്കിയിട്ടും പറ്റാതെ അതിനെതിരെ സംസ്ഥാനങ്ങൾക്ക് നിലകൊള്ളുന്നത് കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. എത്രയോ മോശമാണ് ഇതെന്ന് ആലോചിക്കുക.